എല്ലാവർക്കും MD ടാങ്കിൻ്റെ അൽ അർമീനിയൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം റെസ്റ്റ് ഇൻ പീസ് RIP. ഇത് അർമേനിയയിലെ ഒരു എന്താ പറയുക സിമിത്തേരിയാണ്. നമ്മളിപ്പോൾ സിമിത്തേരിയിലൂടെയാണ് നടന്നുകൊണ്ടാണ്. നമ്മൾ ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്തിൽ കൂടിയാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഒച്ചയിൽ സംസാരിച്ച് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാമെന്ന് തോന്നുന്നില്ല. അവിടെ രണ്ടുപേർ നിൽപ്പുണ്ട്. ഇത് സിമിത്തേരി, ഫുൾ സിമിത്തേരിയാണ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറൽ ചിച്ചിൽ എന്തോ ഡിഫറൻസ് ഒക്കെ ഉണ്ട് ഇവരുടെ സിമിത്തേരിയിൽ. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ലിപ്പുണ്ട്, മഞ്ഞുണ്ട്, സ്നോ ഉണ്ട്, തെന്നുന്നുണ്ട്. നമ്മളങ്ങനെ ഔട്ട്സൈഡിൽ നിന്ന് ഞങ്ങൾ പോണത് ഒരു ടാറ്റൂ അടിക്കാൻ വേണ്ടി ടാറ്റൂ സ്റ്റോറിലേക്കാണ് പോണത്. നമ്മുടെ റിഞ്ചു ബായിക്കും ഒരു ടാറ്റൂ അടിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് കട്ട് മുഖേന ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഫ്രണ്ട് കമൻട്രി അടിക്കുന്നുണ്ട്, ഞാനിവിടെ വീഡിയോ എടുക്കുന്നു. ഇതാണ് സംഭവം. അർമേനിയയിലെ എന്താ പറയുക മറന്നതിലോ റെസ്റ്റ് ഇൻ പീസ് കല്ലറ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ കല്ലറ. ഇവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസാണ് ഉള്ളതെന്നാണ് തോന്നുന്നതല്ല, ക്രിസ്ത്യൻസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. തോന്നാനായിട്ടൊന്നുമില്ല. ഇതാണ് സംഭവം. കേട്ടാ, ഇത് ഫുൾ ഇതാണ്, ഫുൾ സിമിത്തേരിയാണ്. അപ്പോൾ സിമിത്തേരിയുടെ നടുക്കി കൂടിയാണ് ഞങ്ങൾ നടന്നുകൊണ്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ സമയം ഇവിടെ ഏകദേശം ഈവനിങ് ആയിക്കൊണ്ടിരിക്കുന്നു. സൺസെറ്റ് ആവാറായി. ഏകദേശം ഒരു 2-3 മണിയായിട്ടുണ്ട്. ഇന്ത്യയും നമ്മളും തമ്മിൽ ഏകദേശം ഒരു 2 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോറിലേക്ക് നമ്മൾ നടന്നു വേണം പോകാൻ. അപ്പോൾ പോണ വഴിയിൽ കണ്ടൊരു വ്യൂ ആണ്. ഞാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലും കാണിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ നമ്മളൊരു മലയുടെ പൊക്കത്താണ് നിൽക്കുന്നത്. ഇനി അടുത്ത മലയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. മലകൾ മുഖാന്തരം കയറി ഇറങ്ങി പോകുന്നു. ഈ അടുത്ത് മരണപ്പെട്ടതാണെന്ന് തോന്നുന്നത്. കാരണം പൂക്കളൊക്കെ വെച്ചിട്ട് ഇതാണ് ഫുൾ. നമ്മുടെ നാടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ സിമിത്തേരിയ സെറ്റപ്പ് കല്ലറയൊക്കെ. പൂപ്പൻ സിമിത്തേരിയിലേക്ക് പോണതാണെന്നാണ് തോന്നണത്. പിന്നെ ഇവിടെ എവിടെയൊക്കെയാണ് പട്ടികളുണ്ട് കേട്ടോ. പട്ടികളുടെ അഭിഷേകമാണ്. പട്ടികളില്ലാത്ത സ്ഥലവുമില്ല, ഇടപാടില്ല. എവിടെ വയ്ക്കാലും പട്ടികളാണ്. പട്ടികൾക്കൊന്നും നടക്കാൻ പറ്റില്ല. വേണ്ട, അതെ അവിടെ ഒരു ലോങ് വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു മല. അതൊരു വലിയൊരു ഹിമാചൽ പ്രദേശൊക്കെ പോലത്തെ സെറ്റപ്പാണ്. ഹിമാചൽ പ്രദേശ് അല്ല, ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കുന്നു. അതും ഒരു വലിയൊരു വീടാണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തോരം ദൂരം നടക്കണമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും കടയുടെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ എന്താ വ്യൂ എന്നുള്ള കാണിച്ചു തരാം. അതിമനോഹരമായ എന്താ പറയുക പച്ചപ്പരധാനികൾ. ഇത് ആർട്ടിഫിഷ്യലാണ് സംഭവം. അതിന് മേലെ ഐസ്. ഇന്നലെ ഇവിടെ സ്നോഫോൾ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. കാണാത്തവരൊന്ന് കയറി കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം മാക്സിമം എല്ലാവരും. ഇതൊരു ലാഡാക്കാറ്. ഇവിടെ എവിടെ നോക്കിയാലും കാണുന്ന സാധനവും ലാഡ, സോവിയറ്റ് ലാഡാന്നാണ് ഇതിനെ പറയണത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വീഡിയോ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് കയറി നമ്മുടെ വീഡിയോ കാണാം, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളിലെയും ഓരോ പ്രത്യേകതകളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നതാണ്. അതായത് അവിടെ ഒരു പട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. കാണാൻ പറ്റുമോ നോക്കട്ടെ. അതെ കണ്ട ഒരു പട്ടി. ഇതേ നമ്മൾ കണ്ട് പണീറ്റു. ഓക്കെ, ടാറ്റ കിടന്നോ. അതിന് ഇഷ്ടം പോലെ പട്ടി. ഇതൊരു കാർ വാഷിംഗ് സെൻ്ററാണ്. ഇത് ഈ കാണാൻ ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് ബ്രദർ. എന്നാ കുരിശൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് സ്റ്റാച്ചു ഒക്കെ പണിത് കുരിശൊക്കെ നമ്മൾ സെറ്റപ്പായിട്ടാണ് പണിത് വെച്ചാണ്. കാണാൻ നല്ല രസമാണ്. എന്തായാലും ഓരോ നാടിനും ഓരോ കൾച്ചറല്ലേ. നമ്മളതൊക്കെ കാണുക, നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ കാണുക നമ്മുടെ കണ്ണുകൾ കൊണ്ട്. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ഫുള്ള് ശവപ്പറമ്പാണ്, സിമിത്തേരിയ. നമ്മുടെ ഫ്രണ്ടിൽ 3 പേര് പോകുന്നുണ്ട്. ഞാൻ കണ്ട സൂര്യൻ അവിടെയാണ്. അതാണ് സൂര്യൻ്റെ ലൊക്കേഷൻ. ഇപ്പോൾ ഇന്നിപ്പോൾ വലിയ മഞ്ഞില്ലെങ്കിലും ഇന്നലത്തെ മഞ്ഞ് പെയ്തതിൻ്റെ എല്ലാ ഈ സെറ്റപ്പും നിങ്ങൾക്ക് ഇപ്പോൾ റോഡിൽ നോക്കി കാണാൻ. വെള്ളമൊക്കെ ഉണ്ട്. ആകെ തകിടം മറിഞ്ഞ് നടക്കുന്ന സെറ്റപ്പാണ്. കണ്ടാവേ അവിടെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. സിമിത്തേരിയ നമ്മളിപ്പോൾ സത്യം പറഞ്ഞ ടാറ്റു അടിക്കാൻ വേണ്ടി പോകുന്നതാണ്. സിമിത്തേരി വന്നതിന് തുല്യമായി. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പിള്ളേരുടെ ഗൂഗിൾ മാപ്പ്, ഇവിടെ ഗൂഗിൾ മാപ്പില്ല. ഗൂഗിൾ മാപ്പിന് പകരം യാൻഡെക്സ് മാപ്പാണുള്ളത്. ആ മാപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതെങ്ങനെയാണോ അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ ഉള്ളത് ഞാൻ എനിക്ക് ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, എനിക്ക് ഞാൻ വേറെ സെറ്റപ്പ് കാണിച്ചത്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം ഇതും ഫുൾ മുന്തിരി ചെടികളാണ്. ഈ കാണുന്നതെല്ലാം ഇപ്പോൾ തണുപ്പായതിലെല്ലാം ഷെഡായി പോയിക്കാണ്. ഇത് റെസിഡൻഷ്യൽ ഏരിയ എന്ന് തോന്നണം. ഇവിടെ എവിടെ ആൾ താമസിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരവിടെ നിന്ന് ഇറങ്ങി വന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടാൽ മനസ്സിലായി ഇത് ഫുൾ മലകളാണ്. ഇപ്പം ഞാൻ വേറൊരു മലയുടെ പൊക്കത്ത് നിൽക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ മലയുടെ പൊക്കത്ത് നിൽക്കുന്നു. അന്ന് നമ്മളിങ്ങനെ മാറി ഓരോ മലകൾ കയറി ഇറങ്ങി പോകേണ്ടി വരും. പക്ഷെ നമുക്ക് ഏകദേശം ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് 52 എന്ന് പറഞ്ഞ ബസ്സിൽ കയറിയിട്ട്
അത് ഇവിടുത്തെ കോഡാണ്. ഞാൻ പറഞ്ഞില്ലേ യാൻഡെക്സ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ അടിച്ചു കൊടുത്താൽ പോകുന്ന സ്ഥലം അടിച്ചു കൊടുത്താൽ ഏത് ബസ്സിലാണ് നമുക്ക് കയറി പോകേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ബസ് പറയും, മാപ്പ് പറയും. ആ മാപ്പിൽ നമുക്ക് കയറി പോയാൽ മതി. അങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നമ്മൾ അടുത്ത് ക്യാബ് ബുക്ക് ചെയ്തു. ക്യാബ് വന്നു. ഇത് ബസ്സിന് കൊടുക്കാനുള്ള ഫെയർ, ക്യാബിന് കൊടുക്കാനുള്ള പൈസ വെച്ചിട്ട് നമുക്ക് അവിടെ ചെന്നേയും അറിയാൻ പറ്റും. ഇനി ക്യാബിൽ കയറി നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. സത്യത്തിൽ ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ടാറ്റു അടിക്കാൻ വേണ്ടിയാണ്. അവസാനം ഞങ്ങൾ ആ ടാറ്റു അടിക്കാനുള്ള സ്ഥലത്ത് ചെന്നു. ലൊക്കേഷനൊക്കെ അയച്ചുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്നതിനിപ്പോൾ ടാറ്റു അടിക്കാനുള്ള ആളില്ല, പുള്ളി നാട്ടിൽ പോയി എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പം നമ്മൾ നേരെ ക്യാബ് എടുത്ത് നേരെ ഗായിലേക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗായിൽ ചെന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ടേക്കാണെന്ന് തീരുമാനിക്കും. ഗായിന്ന് വലിയ ദൂരമില്ല ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക്. ഒരു 15 മിനിറ്റിൻ്റെ അടുത്ത് നടന്നതിന് നമുക്ക് നമ്മുടെ ഹോസ്റ്റലിലേക്ക് എത്താൻ പറ്റും. ഏകദേശം 2 കിലോമീറ്റർ. പക്ഷേ ഇത്തിരി കുത്തനുള്ള കയറ്റമാണ്, അതാണ് വിഷയം. ഗായിൽ മെഗാമോളുണ്ട്. മെഗാമോളിൽ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് വേണം ഇനി നേരെ ഹോസ്റ്റലിലേക്ക് പോയി. നേരെ നോക്കിക്കേ ഒരു വലിയൊരു മല കാണാൻ പറ്റുന്നത്. ഐസ് മൂടിക്കിടക്കുന്ന ഒരു മലയാണ്. ഇതുപോലെ നമുക്ക് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അർമേനിയയിൽ ഇത്തരം മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഈ അർമേനിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ദാരിദ്ര്യം പിടിച്ച നാടാണെങ്കിലും അവർ പുരോഗമനങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും ഈ അർമേനിയ എന്ന് പറയുന്ന രാജ്യത്ത്. ഈ സൈഡിൽ കാണുന്ന ഒരു പാർക്കാണ്, അതും ഒരു മലയാണ്. മലയുടെ മുകളിലാണ് ആ കാണുന്ന ബിൽഡിങ്സ് എല്ലാം. നമുക്ക് ആ മലയുടെ പൊക്കത്തേക്കാണ് പോകേണ്ടത്. റോഡൊക്കെ അതിമനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കത് വണ്ടിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങൾ പോണത്. അതും വേറൊരു മല. ഇവിടെയൊക്കെ ബിൽഡിങ്ങൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഈ നാട്ടിൽ. റഷ്യക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ബിൽഡിങ്സ് പണിയണമെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. അർമേനിയയിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് റഷ്യക്കാർ തന്നെയാണ്. അർമേനിയൻസ് ഉണ്ടെങ്കിലും ദാരിദ്ര്യം പിടിച്ച അർമേനിയൻസിൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് റഷ്യക്കാരാണ് ഇവിടെ പുരോഗമനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അവരിവിടെ വന്ന് ബിൽഡിങ് വാങ്ങുകയും കൺസ്ട്രക്ഷൻ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പറ്റി, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാർ പജേറോയാണ്. നമ്മുടെ നാട്ടിലെ പജേറോയില്ല, ഇവിടെ മിനി പജേറോയും ഉണ്ട്. മിനി പജേറോ എന്ന് പറഞ്ഞാൽ ചെറിയ പജേറോയാണ്. നമ്മുടെ നാട്ടിലെ വലിയ പജേറോ അല്ലേ, ഇത് ചെറുതാണ്. 5 പേർക്ക് പോകാം. പക്ഷേ വണ്ടി ഇത്തിരി മിനിയാണ്. ഇത് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഹോണ്ടയുടെ ജാസ് പോലെയൊക്കെ ഉണ്ട്, പക്ഷേ അത് എഴുതി വെച്ചേക്കുന്നത് വേറെന്തോ ഒരു പേരാണ്. അത് മാത്രം ജാസായിട്ടൊക്കെ കാണുന്നത്. ഇത് BMW ഫ്രണ്ടിൽ, അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് നിസാൻ്റെ വണ്ടിയാണ്. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ മാരുതിയുടെ സ്വിഫ്റ്റ് പോലെ ഉണ്ട് അല്ലേ, പഴയ സ്വിഫ്റ്റിൻ്റെ ആ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ കാണാത്ത പല വെറൈറ്റീസ് ഓഫ് വണ്ടികൾ വരെ ഉണ്ട്. പിന്നെ ഞാൻ വേറൊരു കാഴ്ച കണ്ടു, ST, നമ്മുടെ നാട്ടിൽ കാണുന്ന STമിനെ പിടിച്ച് കഴിയുമ്പോൾ ഒരു സ്വിഫ്റ്റ് ഇട്ടേക്കണം. അപ്പോൾ പല വെറൈറ്റീസ് ഓഫ് വണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വണ്ടി ജപ്പാൻ മെയ്ഡാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ വണ്ടിയുടെ സ്വിച്ച് ബോർഡിലൊക്കെ ഓരോ ജപ്പാൻ ലിപിയാണ് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജപ്പാൻ മെയ്ഡാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഇന്നത്തെ ദിവസം റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് ഓഫീസ് ഡേ കൂടിയാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഓഫീസ് ഡേ ആണെന്നുണ്ടെങ്കിൽ നല്ല റഷ് ആയിരിക്കും റോട്ടിൽ. ബസ്സിലാണെങ്കിൽ നല്ല തിരക്കുണ്ടാവും, റോട്ടിലാണെങ്കിൽ നല്ല ട്രാഫിക്കും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ മെഗാമോളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പം തന്നെ ഈ ഡ്രൈവറിന് വേറെ ഓർഡർ അടിച്ചിട്ടുണ്ട്. അത് ഈ മെഗാമോളിൻ്റെ ഫ്രണ്ടിൽ നിന്നാണെന്ന് തോന്നണേ. നടന്നു വരുന്ന അർമാനിയാണ് ഓർഡർ എടുത്തേക്കുന്നത്. ആ അർമാനിയുടെ ഓർഡറാണ് ഈ ഡ്രൈവറിന് ഇവിടെ നിന്ന് കിട്ടിയേക്കുന്നത്. നമ്മൾ ഇറങ്ങിയാലാണ് ആ അർമാനിക്ക് ഈ വണ്ടിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ യൂബർ പോലെ തന്നെ സെയിം സെറ്റപ്പ്. നമ്മൾ ഒരാളെ ഇറക്കുന്നു, അടുത്ത ആളുടെ ഓർഡർ കിട്ടുന്നു. അവിടെ നിന്ന് തന്നെ ചിലപ്പോൾ ഓർഡർ അടിക്കാം, ചിലപ്പോൾ ഓർഡർ അടിക്കാതിരിക്കാം. കുറച്ച് ദൂരം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത ഓർഡർ അടിക്കുന്നത്. സെയിം യൂബർ തന്നെ, പക്ഷേ ഇത് യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞ ആപ്പാണ്. താങ്ക് യു. പൈസ ഇതാണ് ഞാൻ പറഞ്ഞ പജേറോ, അർമേനിയയിലെ പജേറോ. നമ്മുടെ നാട്ടിൽ 7 സീറ്ററും ഇവിടെ 5 സീറ്റർ പജേറോ. അങ്ങനെ നമ്മൾ ഇനി മെഗാ മോളിൻ്റെ അകത്തേക്ക് കയറാൻ പോണ മക്കളെ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടം വെച്ച് തുടങ്ങാം. ഈ കാണുന്നതെല്ലാം ബിയറുകളാണ്, നാടൻ ബിയറുകൾ. ഫില്ല് ചെയ്ത് തരും. നമ്മൾ പറയുന്നതനുസരിച്ച് ഓരോ ബോട്ടിൽ ആവശ്യത്തിന് ഫില്ല് ചെയ്ത് തരും. ഇതിൻ്റെ റേറ്റൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. 810 ഡ്രംസ്, 820 ഡ്രംസ്, 150 ഡ്രംസ്, അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റുകൾ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ബിയറുകളൊക്കെ അറിയപ്പെടുന്നത് ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ നാടുകളുടെ പേരുകളിലാണ് അറിയപ്പെടുന്നത്.
കിൽക്കിയ ബിയർ, ദിൽജാൻ ബിയർ, അങ്ങനെ ഓരോ നാടുകളുടെ പേര് വെച്ചാണ് ഓരോ ബിയറിനെ അറിയപ്പെടുന്നത്. ആ നാടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ബിയറുകളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. ഇത്തരം ബിയറുകളും മദ്യങ്ങളും എല്ലാം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും സൂപ്പർ മാർക്കറ്റുകളും കൊച്ചു കൊച്ചു പെട്ടിക്കടകളിൽ വരെയും കിട്ടുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ രാജ്യം യൂറോപ്യൻ രാജ്യമല്ല, യൂറോ ഏഷ്യൻ രാജ്യമാണ്. അർമേനിയ എന്ന് പറയുന്നത് യൂറോ ഏഷ്യൻ രാജ്യമാണ്. ഈ വീഡിയോസൊക്കെ അവരെ പെർമിഷനോടുകൂടിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. ചോദിച്ചു, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിത് സെറ്റാക്കിയെടുത്ത്. 810 ഡ്രംസിൻ്റെ ബിയറാണ് അത്. ഇത് 210 ദിൽജാൻ, ഇത് 1550 ബീവർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളാണ് അവർ ഇട്ടേക്കുന്നത്. ഇത് ഫില്ലായി അവർ റിമൂവ് ചെയ്ത് തരും സാധനം. നമ്മുടെ ചാനൽ ഇത്തരം വീഡിയോകളൊക്കെ ചെയ്യുന്നത് മദ്യം കഴിക്കാത്ത ആൾക്കാരെ മദ്യം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതല്ല. എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ചകൾ അത് ഞാൻ നിങ്ങളിലും എത്തിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അവനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ബസ്സിൽ കയറി ബസ് റൈഡ് കഴിഞ്ഞ് ഇതാണ് കാണുന്നത് നമ്മുടെ ബസ്. നിങ്ങൾക്ക് ബുർജ് ഖലീഫ കാണിച്ചതേ, ഇതാ കാണുന്നതാണ് ബുർജ് ഖലീഫ. ഇത് ബുർജ് ഖലീഫ ഒന്നും അല്ല, വെറുതെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ പേര് ഇട്ടുന്നുള്ളൂ. ഇത് ഒരു അടിപൊളി വ്യൂ ആണ് ഈ കാണുന്നത്. ഇതൊരു മലയാണ്. ശരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയാണ്. എനിക്ക് ടവോസിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്, പക്ഷേ സ്ഥലം എനിക്കറിയില്ല. ഞാൻ ബസ് മാറി കയറി അങ്ങനെ നോക്കുമ്പോൾ ഒരു അടാറ് വ്യൂ ആണ് ഈ കാണുന്നത്. നോക്കിക്കേ, അതിമനോഹരമായ കാഴ്ചയാണ്. ഇത് ഫുൾ ഓഫ് റെസിഡൻഷ്യൽ ഏരിയസാണ്. ഇതിങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് ഫുൾ റെസിഡൻഷ്യൽ ഏരിയസാണ് ഈ കാണുന്നത്. ലൈറ്റ്സ് ഇട്ടാലാണ് നമുക്ക് ഈ മലേൻ്റെ അകത്ത് വീടുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, ഓരോ മലകളുടെ മുകളിലും ഓരോ വീടുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല. എന്ന് പറഞ്ഞ പോലെ ഈ കാണുന്ന ലൈറ്റ്സ് എല്ലാം റെസിഡൻഷ്യൽ ഏരിയയാണ്. അവിടെയൊക്കെ വീടുകളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഈ കാണുന്നതും താഴ്വാരമാണ്, ഇവിടെ റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇത് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. നമുക്ക് കാണാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ കണ്ടു തീരൂല. പക്ഷേ എങ്കിലും എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓരോ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതൊരു സ്കൂൾ ബസ്സാണ്, പഴയ സ്കൂൾ ബസ്. ഇവിടെ പിടിച്ച് കിടക്കുക. ഇസൂസുയുടെ വണ്ടിയാണ്, പഴയ വണ്ടിയാണ്. ഇത് ഈ കാണുന്നത് പ്രൈവറ്റ് വണ്ടിയാണ്. ഞങ്ങൾക്കിനി നടക്കാം. ചൊവ്വാസിയാൻ സ്ട്രീറ്റിലേക്ക് ഒരുപാട് നടക്കാനുണ്ട്. നടന്നു വേണം പോകാനായിട്ട്. ഞാൻ ഓൾറെഡി ലേറ്റായി. പക്ഷേ നമ്മുടെ വീഡിയോയിൽ 2 വ്യൂ ആയിട്ടായിരിക്കും എന്നെ, ഒന്ന് ഡേയും നൈറ്റും. കാരണം ഇതിനിടയിൽ ഞാനൊന്ന് മോളിൽ കയറിയായിരുന്നു നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ നടക്കുക ടൊവസ്റ്റിയാൻ സ്ട്രീറ്റിലേക്ക്. അവിടെ ചെന്നേനാൽ RC ജാൻ്റെ കടയിൽ നിന്നും ഒന്നല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ ഗ്രിൽഡ് ഫിഷ്, ഇത് രണ്ടെങ്കിലും ഏതെങ്കിലും പറഞ്ഞാൽ നമ്മൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി വാക്കിംഗ് വീഡിയോസാണ് ഫുള്ള്. ദാ സൈഡിലേക്ക് ഓക്കെ കേട്ടോ, അതും മലയാണ് കാണുന്നത്. ഒരുപാടുണ്ട്, ഇതിങ്ങനെ കാണുന്ന ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. നൈറ്റാണ് ഇച്ചിരി കാണാൻ നല്ല രസം. പിന്നെ അർമേനിയയിൽ നൈറ്റ് ലൈഫ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ എല്ലാം സേഫാണ്. ഇപ്പോൾ രാത്രി ആയാലും പകലായാലും ആർക്കും വേണമെങ്കിലും റോഡിലിറങ്ങി നടക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പട്ടിയുടെ ശല്യം മാത്രമേ ഉണ്ടെന്നുള്ളൂ. എന്നിരുത്തി കൊണ്ട് നമുക്ക് നടക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്കിങ്ങനെ നടന്നു പോകാം. പട്ടി അടിച്ചാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇതാ കാണുന്നത് ചന്ദ്രന് നല്ല വ്യൂ ഉണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ. പിന്നെ ഗൈസ് വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നടന്ന് അവസാനം വന്ന സ്ഥലം തെറ്റിപ്പോയി. ഞാനും മാപ്പ് നോക്കിയില്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരും മാപ്പ് നോക്കിയില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ ടാക്സി ബുക്ക് ചെയ്ത് കാണിച്ചാൽ ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് 1000 ഡ്രംസാണ്. 1000 ഡ്രംസിന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ വണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൽ കയറി പോകും.